Good afternoon, students. So, today we are going to start the problem section of chapter probability. All the theory part I have explained to you. So, if some people find it difficult to study the theory part first, you first study the problem. After that, you can clear the theories. അതല്ല തിയറി കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ ഓൾമോസ്റ്റ് ഓൾ ദ തിയറി പാർട്ട് ഐ കംപ്ലീറ്റഡ്. ഈ പറയുന്ന പ്രോബ്ലത്തിൽ പറയുന്ന സെയിം എക്സ്പ്ലനേഷൻ ഇസ് എക്സ്പ്ലെയിനിങ് ഇൻ തിയറി വൈസ് ഓൾസോ. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം പഠിക്കുക. അതിനുശേഷം നമ്മൾ അഡ്വാൻസിലേക്ക് പോകും. ബേസിക് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, സോ പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുല ഇതാണ്. വെറവ് എവിടെയാണെങ്കിലും പ്രോബബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഇവൻറ്റ് എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എ എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ സാധ്യത, ചാൻസ് ഓഫ് ഒക്കറിങ് ദിസ് എ, that is known as probability. Chance of occurring an event is known as probability. Probability of an event A is equal to number of A divided by the total. അതായത് ആ എ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എത്രയാണോ that will be placed in the numerator and all together the number will be placed in the denominator. Is it clear? So what is the formula of P of A? Number of A by total. What is probability of B എന്ന് പറയുമ്പോൾ എന്തൊരു number of B by total. Is it clear? Okay, so let's see two examples first. What is the probability of selecting a boy from a class containing 4 boys and 3 girls? നമ്മുടെ ക്ലാസ്സിൽ 4 ബോയ്സും 3 ഗേൾസും ഉണ്ടെന്ന് ഓർക്കാം. അതിൽ എനിക്കൊരു ബോയിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് നാളെ ഈ 4 കുട്ടികളിൽ ആരോടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറയുവാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി ബോയ് വിൽ തിങ്ക് ദാറ്റ് ഇറ്റ്സ് മീ, അല്ലേ? എന്നോടായിരിക്കും എന്നുള്ളത് ചിന്തിക്കും. സോ സെയിം വേ ദിസ് 4 ബോയ്സ് ആർ ഗെറ്റിംഗ് എ ചാൻസ്. നാളെ ബോയിയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ 4 ബോയ്സിനും ചാൻസ് ഉണ്ട്, അല്ലേ? ആരെ വേണമെങ്കിലും ഞാൻ സെലക്ട് ചെയ്യാം, 4 ബോയ്സും. പക്ഷേ ദർ ഇസ് നോ എക്സ്പെക്ടേഷൻ ഫോർ ദീസ് ഗേൾസിനെ സെലക്ട് ചെയ്യില്ല. വി ആർ ഗോയിങ് ടു സെലക്ട് വാട്ട് ബോയ് ആണ്, ബോയ്ക്കാണ് ചാൻസ് വരുന്നത്. സോ വാട്ട് ഇസ് യുവർ P of variable എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. P of B or P of A or anything you can write here. P of B is equal to boy A എന്ന് വേണമെങ്കിൽ അതും ഇങ്ങനെ എഴുതാം. P of B ഞാൻ ഇടാം, ചുമ്മാ ഒരു വേരിയബിൾ. ഇറ്റ് ഷുഡ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. എത്ര വരുന്നത്? നമ്പർ ഓഫ് ബോയ്സ് ബൈ ടോട്ടൽ. അപ്പം നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് ഇവിടെ? 4 ബോയ്സും 3 ഗേൾസും. ബോയ്സിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി ബോയ്സ് അത്? 4 ബോയ്സ്. Total means including the girls you have to count. 4 plus 3 it is 7. കണ്ടോ, ഒരു 1 സ്റ്റെപ്പ് ആൻസറേ ഉള്ളൂ. പക്ഷെ അതിന് മാർക്സ് ഉണ്ടെന്ന് താനും. ഇതിന് കുറേ സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നും എഴുതാനില്ല. ലോജിക്കലി തിങ്ക് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ക്ലിയർ? സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഇസ് ടു സെലക്ട് എ ഗേൾ ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ഈ ബോയുടെ സ്ഥാനത്ത് ഗേൾ വരുമ്പോൾ എന്താ വരാ? 3 ബൈ ടോട്ടൽ റിമെയിൻസ് ദ സെയിം, 3/7 തന്നെ വന്നേനെ. ക്ലിയർ? നൗ ലെറ്റ്സ് സീ അനദർ പ്രോബ്ലം. ദിസ് എ ബേസിക്, അതായത് കോയിൻ ആണ് എപ്പോഴും പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഹേർട്ട് when a coin is tossed? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് വരാവുന്ന റിസൾട്ട് എന്തൊക്കെയാണ്? S is equal to S, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. S is known as sample space. Whatever result arises, that is known as sample space. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരും? ഹെഡ് ആൻഡ് ടെയിൽ, എച്ചും ടിയും. ഇതിലപ്പുറം എന്തെങ്കിലും നമുക്ക് വരുമോ? ഇല്ല. 2 ഹെഡ് വരുമോ? ഇല്ല. എങ്ങനെയാണ് വരുന്നത്? ഒരു പ്രാവശ്യം നമ്മൾ ടോസ് ചെയ്യുള്ളൂ. ഒരു പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ ഒരു ഹെഡേ വീഴുള്ളൂ. അതല്ലെങ്കിൽ എന്ത് വീഴും? ടെയിൽ വീഴും. ഇതിലപ്പുറം റിസൾട്ട് ഒന്നും വരാൻ പോണില്ലല്ലോ? ഇല്ല. സോ ഇതിൽ വാട്ട് ഇസ് അവർ ക്വസ്റ്റ്യൻ? ഗെറ്റിംഗ് എ ഹെഡ്. ഒരു ഹെഡ് വീഴാനുള്ള സാധ്യത എന്താണ്? ഹെഡ് വീഴാനുള്ള സാധ്യത ഒരെണ്ണേ ഉള്ളൂ. ഒരു പ്രാവശ്യമല്ലേ ഹെഡ് വീഴുള്ളൂ. സോ വാട്ട് ഇസ് ദ റിസൾട്ട്? P of H is equal to 1 by how many are there? റിസൾട്ട് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 1/2. Is it clear? അതേപോലെ തന്നെ they can ask what is the chance of getting a tail? ടെയിൽ ആണെങ്കിലും എന്ത് തന്നെ വരണേ? ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ, അല്ലേ? Again it is 1/2. Okay. Okay, now another question. So now we have noted the 1 coin tossing. Now next is if you are tossing 2 coins. അതായത് ഞാനും നിങ്ങൾ ഒരാളും കൂടി കോയിൻ ടോസ് ചെയ്യാൻ പോവാണ്. സോ എങ്ങനെയായിരിക്കും എൻ്റെ സാമ്പിൾ സ്പേസ് റിസൾട്ട് എന്നുള്ളത്? സോ ഈസി സ്റ്റെപ്പ് ഇസ് കോയിൻ. ഹൗ മെനി ഫേസസ് ആർ ദർ ഫോർ കോയിൻ? യെസ്, വി ഹാവ് 2 ഫേസസ്, അല്ലേ? എന്തൊക്കെയാണത്? ഹെഡ് ആൻഡ് ടെയിൽ. Therefore we have a general formula for coin. It is what? 2 raised to n. അപ്പം നേരത്തെ കേസിൽ വി ഹാവ് ടോസ്ഡ് ഓൺലി 1 കോയിൻ. അപ്പോൾ 1 കോയിൻ ആണെങ്കിൽ ദ റിസൾട്ട് ഇസ് വാട്ട്? 2 raised to 1. ദ റിസൾട്ട് 2. 2 റിസൾട്ടാണ് കിട്ടുന്നത്. ഏതൊക്കെയാണ് 2 റിസൾട്ട്? H and T. കണ്ടോ? ഇനി ഇൻ ദിസ് എക്സാമ്പിൾ വി ആർ ഗോയിങ് ടു ടോസ് 2 കോയിൻസ്. 2 കോയിൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ജനറൽ ഫോർമുല? 2 നമ്പർ ഓഫ് കോയിൻസ്. N stand for number of coins. 2 raised to 2.
ഇസ് ഈക്വൽ ടു വാട്ട് 4. 4 റിസൾട്ട് വേണം. 4 റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളിൽ ഒരാളും കൂടി ടോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പക്ഷേ എനിക്കും ഹെഡ് വീഴാം, നിങ്ങൾക്കും ഹെഡ് വീഴാം. അപ്പോൾ എങ്ങനെ വരും? എച്ച് എച്ച്. ഓക്കെ, പിന്നെ എനിക്ക് ഹെഡ് വീഴാം, നിങ്ങൾക്ക് ടെയിൽ വീഴാം. സോ എച്ച് ടി. പിന്നെ എനിക്ക് ടെയില്, നിങ്ങൾക്ക് ഹെഡ്, നമുക്ക് രണ്ടാക്കും ടെയിൽ വീഴാം. സീ ദ റിസൾട്ട് 1 2 3 4. കണ്ടോ, ഇങ്ങനെയാണ് 4 റിസൾട്ട് വന്നത്. 4 കോയിൻ ടോസ് ചെയ്താൽ 2⁴. 3 കോയിൻ 2⁴. ഇങ്ങനെ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 3 കോയിൻസിന്റെ കൂടി കൺസിഡർ ചെയ്യാം. ഓക്കെ, so these are the 4 results that we obtained as a sample space. Sample space ഇതാണ്. എന്തൊക്കെ റിസൾട്ട് വരണോ അതെല്ലാം ഞാൻ എഴുതി. Now go back to the question. What is the question? 2 coins are tossed. What is the probability of getting both heads? Both heads എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് രണ്ടാക്കും ഹെഡ്സ് വീഴാനുള്ള സാധ്യത. ഇത് നമുക്ക് രണ്ടുപേർക്കും ഹെഡ് വീഴാനുള്ള സാധ്യത ഇതല്ലേ, എച്ച് എച്ച്. കണ്ടോ? So that is your first result. എന്താണ്? Probability of both heads. ബോത്ത് ഹെഡ്സ് ആണ് അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. രണ്ടുപേർക്കും ഹെഡ് വീഴുന്നത് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. അപ്പോൾ 1 ബൈ, എപ്പോഴും ഞാൻ പറഞ്ഞു പ്രോബിലിറ്റി വാല്യൂ എന്തായിരിക്കണം? താഴെ മൊത്തത്തിൽ എത്ര പേരുണ്ടെന്ന് നോക്കാം. മൊത്തത്തിൽ എത്ര പേരുണ്ട്? 4 പേര്. Is it clear? Okay. Now the second question. 1 head. Probability of getting 1 head. ഒരു ഹെഡേ വരാൻ പാടുള്ളൂ. ഇത് ശരിയാണോ? ഇല്ല, ഇവിടെ 2 ഹെഡ് വന്നു. ഇനി ഇത് ശരിയാണോ? നമുക്ക് ഒരു ഹെഡ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഒരു ഹെഡ് വീഴുന്ന എവിടേക്കാ? എച്ച് ടിയും സ്വീകരിക്കും, ടി എച്ചും സ്വീകരിക്കും. ഒരു ഹെഡേ നമുക്ക് അവിടെ റിസൾട്ട് ആയിട്ട് കിട്ടണം. സോ ദ റിസൾട്ട് ഇസ് വാട്ട്? രണ്ടിടത്ത് വരുന്നുണ്ടല്ലേ, രണ്ടിടത്ത് ഒരു ഹെഡാണ്. അപ്പോൾ 2 ബൈ, വാട്ട് ഇസ് ദ ടോട്ടൽ? 2/4. ഇഫ് യു വാണ്ട് യു ക്യാൻ റെഡ്യൂസ് ദിസ് ആസ് 1/2. 2 ഇതിൽ 4ൽ 2 റെഡ്യൂസ് ചെയ്യണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഓൾവേസ് റിമെമ്പർ ദ പ്രോബിലിറ്റി വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 to 1. അതൊക്കെ ഞാൻ തിയറിയിൽ പറഞ്ഞതാണ്. ഒരിക്കലും 2 എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതരുത്. ദാറ്റ് ഇസ് റോങ്. എപ്പോഴും താഴെ ടോട്ടൽ എഴുതണം. ഒരു ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും എപ്പോഴും പ്രോബിലിറ്റി, ബിക്കോസ് ദ പ്രോബിലിറ്റി വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1. 2 എന്നോ 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഇല്ല. ക്ലിയർ? നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റ് ലീസ്റ്റ് 1 ഹെഡ്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് അറ്റ് ലീസ്റ്റ് 1 ഹെഡ്. എന്താണ് ഈ അറ്റ് ലീസ്റ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അറ്റ് ലീസ്റ്റ്, അതെങ്കിലും. ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളോട്, യു മസ്റ്റ് സ്കോർ QT മാർക്സ് അറ്റ്ലീസ്റ്റ് 60. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? അറ്റ്ലീസ്റ്റ് 60 എങ്കിലും, 60ഓ 60ന് മേലെയോ നിങ്ങൾ സ്കോർ ചെയ്യണം. 60ൽ താഴെ വരാൻ പാടില്ല. സോ ഐ വിൽ ബി ഹാപ്പി ഇഫ് യു സ്കോർ 60 ആസ് വെൽ ആസ് മോർ ദാൻ ദാറ്റ്. 60യുടെ അബവ് ആണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. 60 ആണെങ്കിലും സാറ്റിസ്ഫൈഡ്. പക്ഷേ 60യുടെ ബിലോ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുമോ? നോ, നെവർ. ദാറ്റ് ഇസ് ദ റീസൺ വി കോൾ ഇറ്റ് ആസ് വാട്ട്? അറ്റ്ലീസ്റ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് മേളിലോട്ട് ആവണം എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ്. അപ്പോൾ വേറൊരു, ഈ ഫസ്റ്റ് 2 ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ടേം ഇല്ല. ദാറ്റ് മീൻസ് എക്സാക്ട്ലി അതെന്നാണ് അർത്ഥം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അതിൻ്റെ മേളിലോട്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അറ്റ്മോസ്റ്റ്. അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്, അതായത് അവിടം വരെ പോകാൻ പാടില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മാക്സിമം മാർക്സ് ഇറ്റ് ഈസ് 80 അല്ലേ? യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതിൻ്റെ മാക്സിമം മാർക്ക് എത്രയാണ്? 80. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് മാർക്സ് കിട്ടുമോ? നെവർ. നിങ്ങളിപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻ എഴുതിയാലോ 80 കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല. അറ്റ്മോസ്റ്റ് എവിടം വരെ പോകുള്ളൂ? 80 വരെ. പക്ഷേ 80ന് താഴെ എവിടം വരെ പോകാം? 0 വരെ പോവുകയും ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പറിൽ നിന്ന് മേളിലോട്ട്, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന നമ്പറിൽ നിന്ന് താഴെ 0 വരെ. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? 1 ഹെഡും ആവാം, അതിൽ മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ എത്ര വരെ പോകാം? 2 ഹെഡ് വരെ പോകാം. ഇസ് ഇറ്റ് ക്ലിയർ? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? HT, TH. കണ്ടോ, ഇതിലൊക്കെ ഓരോ ഹെഡ്. ഇനി ഒരു ഹെഡിലേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഹെഡ്. HH ഇതും വരാം. അപ്പോൾ മൊത്തം എത്ര എണ്ണയായി? 3. 3 ബൈ മൊത്തം എത്രയാണ് നമുക്ക് സാമ്പിൾ സ്പേസിൽ? 4. 4 പേരിൽ 3 പേരും ഈ പറഞ്ഞ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നോ ഹെഡ്. അതായത് ഹെഡ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പ്രോബിലിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോ ഹെഡ്. ഹെഡേ ഇല്ലാത്ത കേസ് ഏതാ? ഇതിൽ ഹെഡ് ഉണ്ട്, 2 ഹെഡ് ഉണ്ട്. ഇവിടെ ഹെഡ് വരുന്നുണ്ട്, ഇവിടെ ഒരു ഹെഡ് വരുന്നുണ്ട്. TT. ദർ ഇസ് നോ ഹെഡ് ഹിയർ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണത്തിൽ ഹെഡ് ഒന്നുമില്ല. സോ ഇറ്റ് ഇസ് 1/4. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഒരു 3 കോയിൻസിന്റെ കേസും കൂടി ഉണ്ട്. ഓക്കെ.